గణించెను తన మహాదయను నను గణించెను. యెహోవ నా మొరలాలించెను తన మహాదయను నను గణించెను. అహర్నిశలది నహీనుడగు నాను హాయనెడు ధ్వని గ్రహించి మనిపెను. యెహోవ నా మొరలాలించెను తన మహాదయను నను గణించెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను నీ ఎన్నడు గనన్ వినన్ ప్రేమ నాకు చూపెను. యెహోవ నా మొరలాలించెను తన మహాదయను నను గణించెను. విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను. విలాపములకు చెవినిచ్చెను శ్రమ కలాపములకు సెలవిచ్చెను. శిలానగముపైకి లాగినను సుఖ కళావళుల్ మనసులోన నిలిచెను. యెహోవ నా మొరలాలించెను తన మహాదయను నను గణించెను. యెహోవ నా మొరలాలించెను తన మహాదయను నను గణించెను. అహర్నిశలది నహీనుడగు నాను హాయనెడు ధ్వని గ్రహించి మనిపెను. యెహోవ నా మొరలాలించెను తన మహాదయను నను గణించెను.
വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി. ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി, തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നൂറാടുള്ളോരിടയൻ ആടിനെ മേയ്ക്കാൻ പോയി. തിരികെ വരും വഴിയും നിന്നെ കാണാതെയും പോയി. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൽ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോനിൻ നാഥനു പാതയായി മാറുന്നോളേ. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, പുൽക്കൂട്ടിലെ താരക കണ്ണിലെ വാത്സല്യമേ.
കഥകൾ ചൊല്ലാം കൂട്ടുകാരെ, കഥ കേൾക്കാൻ വന്നിടുവിൻ. യേശുവിന്റെ കഥ പറയാം, കാതോർക്കൂ കൂട്ടുകാരെ. കഥകൾ ചൊല്ലാം കൂട്ടുകാരെ, കഥ കേൾക്കാൻ വന്നിടുവിൻ. യേശുവിന്റെ കഥ പറയാം, കാതോർക്കൂ കൂട്ടുകാരെ. തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ. അന്നൊരു നാൾ കനവിലേശു കല്യാണ വീട്ടിൽ പോയപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്നാം അത്ഭുതം ചെയ്തുവല്ലോ. അന്നൊരു നാൾ കനവിലേശു കല്യാണ വീട്ടിൽ പോയപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്നാം അത്ഭുതം ചെയ്തുവല്ലോ. ധീരയ തക ധീരയ തക ധീര ധീര ധീരയ ധീരയ തക ധീരയ തക ധീര ധീര ധീരയ. തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ. പത്രോസും കൂട്ടുകാരും വല വീശാൻ പോയ നേരം വലയിലാണേൽ മീനുമില്ല, മനസ്സിലാകെ നോവാണ്. പത്രോസും കൂട്ടുകാരും വല വീശാൻ പോയ നേരം വലയിലാണേൽ മീനുമില്ല, മനസ്സിലാകെ നോവാണ്. ധീരയ തക ധീരയ തക ധീര ധീര ധീരയ ധീരയ തക ധീരയ തക ധീര ധീര ധീരയ. തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ. ആഴിയിലെ വലഭാഗത്ത് വല വീശു പത്രോസേ, വീശുന്നേരം ശിഷ്യർ കണ്ടു പെരുപെരുത്ത മീൻകൂട്ടം. ആഴിയിലെ വലഭാഗത്ത് വല വീശു പത്രോസേ, വീശുന്നേരം ശിഷ്യർ കണ്ടു പെരുപെരുത്ത മീൻകൂട്ടം. ധീരയ തക ധീരയ തക ധീര ധീര ധീരയ ധീരയ തക ധീരയ തക ധീര ധീര ധീരയ. തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ. വചനം പഠിക്കാം കൂട്ടുകാരെ, അണിയണിയായി വന്നിടുവിൻ. രക്ഷ നേടാം, മോക്ഷം നേടാം, സാക്ഷികളായി തീർന്നിടാം. വചനം പഠിക്കാം കൂട്ടുകാരെ, അണിയണിയായി വന്നിടുവിൻ. രക്ഷ നേടാം, മോക്ഷം നേടാം, സാക്ഷികളായി തീർന്നിടാം. ധീരയ തക ധീരയ തക ധീര ധീര ധീരയ ധീരയ തക ധീരയ തക ധീര ധീര ധീരയ. തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ, തന്താനേ താനേ തന തന്താനം താനേ. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ
മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ
വചനമായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു, എരിയുമീ തിരയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈശ്വരം ഏഴിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. ചുമടിതിൻ ചുമലിലും കണ്ടു, മുറിവിതിൻ അറിവിലും കണ്ടു. മുൾമുടിച്ചോരയിൽ ഞാൻ കരഞ്ഞു, എൻ പാപത്തിൻ ഭാരം നീ പേരി നിന്നു. ഈ വാനത്തിലും മരുതീരത്തിലും ഇളം കാറ്റിലും പൂങ്കുയിൽ ഗാനത്തിലും എൻ മിഴിനീരിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. എന്ന്
ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അല്പം മുമ്പ് തന്നെ ഡോക്ടർമാർ ഉൾപ്പെടെ ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ ഞെട്ടലുണ്ടാക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ ഡോക്ടർമാർ ഉൾപ്പെടെ ഡോക്ടർ സുൽഫി ഇപ്പോഴാണ് ആശുപത്രി അധികൃതരുടെ കൺഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത്. കോട്ടയം സ്വദേശിനിയാണ്, 22 വയസ്സുള്ള ഹൗസ് സർജൻ മരിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പെടപെടയണ പെരുന്നാളാ പൊടി കയറണ ധനഹ ഇടവകയിലെ പുണ്യാളാ ഇത് നമ്മുടെ ദിവസ പെര നിറയണ വിരുന്നാരാ ഒരു പൊരിക്കണ വിരുന്ന പൊടിക്കണതിന് ഇവിടാരാ ഇത് കടകരി വരുന്ന പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. അമ്മതൻ കുഞ്ഞിനെ പോലെ മേരി മാതാവേ നീ എന്നെ കയ്യിലെടുക്കണേ, കാവലു നിൽക്കണേ, കണ്ണിരു മാച്ചിടണേ, ഒരു താരാട്ട് പാടിടണേ. അമ്മതൻ കുഞ്ഞിനെ പോലെ മേരി മാതാവേ നീ എന്നെ കയ്യിലെടുക്കണേ, കാവലു നിൽക്കണേ, കണ്ണിരു മാച്ചിടണേ, ഒരു താരാട്ടു പാടിടണേ. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാൻ. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു, എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി.
പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ ഉറങ്ങരുതേ ഇടയന്മാരെ സന്മനസുള്ളവർക്കായിതാ വാരിൻ രക്ഷകൻ ദേവസുതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ വൈകരുതേ രാജാക്കളെ സ്വർഗത്തിൻ ദാനമായിതാ കനിവിൻ സൂര്യൻ ഹൃദയരാജൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി എടിയേ എടിയേ എന്താ മനുഷ്യ രാവിലെ തന്നെ വന്ന് തൊള്ള തുറന്ന് അലറുന്നേ? പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. നിങ്ങൾ പത്രം വായിച്ച് ചായം കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം വല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യമാ ഇത്? നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മറക്കുവോ? അത് ശരി, അപ്പൊ നിങ്ങക്ക് അതും അറിയില്ലേ? പിന്നെന്താ ഇന്ന്? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. വല്ല പിരിവാണോ ഇനി? അതൊന്നുമല്ല, ഇന്ന് വീട് വെഞ്ചിരിപ്പാ. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരു അവധി ദിവസം കിട്ടിയത് ഇങ്ങനെ പോയല്ലോ. ദേവദൂഷണം പറയാതെ മനുഷ്യ. നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുരുത്തം കെട്ടവന്മാരൊന്നും ഇതുവരെ എണീറ്റില്ലേ? മിക്കവാറും വെഞ്ചിരിപ്പും കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെഴുന്നേക്കും തോന്നണില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലും തോണ്ടിയിരിപ്പല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറൊന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയും ചൊറിഞ്ഞോട്ട് നിൽക്കാണ്ട് ബാക്കിയുള്ള എല്ലാം കൂടെ എണീപ്പിക്കേ. എന്നിട്ട് പോയാൽ മുറിയൊക്കെ വൃത്തിയാക്കിയിട്. എടിയേ, നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറെയായി, തപ്പിയെടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാം, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലാന്ന് വന്നാ നാണക്കേടാ. എടി, നീ ആ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോകുന്നേ? ഞാൻ മേരി ആന്റിക്ക് घर से ले आती हूं. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ച ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാൻ കൊള്ളാത്തൊക്കെ ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല, അവളുടെ സ്വഭാവം മോശ. നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ.
എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആ ആയി വരുന്നു. ആ എന്നാ നടക്കട്ടെ. ആ ആരോ കഥകൾ മുട്ടുന്നു. അച്ഛൻ വന്നു എന്നാ തോന്നുന്നേ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരാളെയും കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്തിയേ? എടി അമ്മു, നീ പോയി വല്യമ്മയെ വിളിച്ചോണ്ട് വാ. സ്തുതിയായിരിക്കട്ടെ. മൈക്കിളെ, കുറച്ചുനാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ, ആകപ്പാടെ ജോലി ഇല്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളി പോയ അര ദിവസം പോക്കാ. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് നിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യ അച്ഛാ. ആ കടവല്ല, ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്നാ അച്ഛാ പള്ളി ഫുഡ് ഉണ്ടായിരുന്ന? ഓണത്തിനല്ലേ? ആ എന്നാ ഒന്ന്. ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആരടാ? മാവേലിയോ? നിന്റെ കാര്യം എങ്ങനെയാടി? ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണ് അർത്ഥം. അപ്പൊ നീയോ? അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അച്ഛൻ കാണാത്ത. വരുന്നുണ്ട്. അങ്ങനെയാണെ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളി മുമ്പിൽ കണ്ടോണം. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. ഞാൻ പറഞ്ഞ ഇവർക്ക് ഒരു അനുസരണയില്ല. അതിന് നിങ്ങളെല്ലാ ഞായറാഴ്ചയും വരാറുണ്ടോ? ഇല്ലച്ചാ, സൗകര്യത്ത് വരുമ്പോഴൊക്കെ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞു വന്ന് ഇതിനൊന്നും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛാ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ റൂൾ. എന്റെ ദൈവമേ, ഇതിലും നല്ലത് ഉഗാണ്ടയായിരുന്നു. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസൂസ് 5:22 മുതലൊന്ന് വായിച്ചേ. ബൈബിളും വായി. ഓ, കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമ്മൾ കൈത്താക്കാലത്തിലാണല്ലോ. കൈതകാലോ? ഇപ്പൊ മഴക്കാലല്ലേ അച്ഛൻ? മിണ്ടാതിരിയടാ. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠത്തിന് വേർപ്പിടാതെ ട്യൂഷന് വിട്ടുകഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും? കൈത്താകാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലം എന്നാണ്. നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലങ്ങളുടെ പുറകെയാണ്. ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാന കൂടാൻ പള്ളി വരണം. പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയച്ചാ, ഞങ്ങൾ മനസ്സിലാക്കുന്നു.
ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തേയില്ല. കുടുംബ പ്രാർത്ഥനയും മുടക്കില്ല അച്ഛാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നല്ലപ്പന്റെ ചവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചവരുളേ തിന്തിമി തിന്താരോ, 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 താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ, താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ, താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ, താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ. മക്കളെ നിങ്ങളു ഭാവിയിലൊന്നായി സ്നേഹത്തിൽ ചേർന്നിരിപ്പിൻ, മക്കളെ നിങ്ങളുടെ കുറ്റം കുറവുകൾ തമ്മിൽ പൊറുത്തിടുവിൻ, മക്കളെ നിങ്ങളു ഭാവിയിലൊന്നായി സ്നേഹത്തിൽ ചേർന്നിരിപ്പിൻ, മക്കളെ നിങ്ങളുടെ കുറ്റമുറവുകൾ തമ്മിൽ പൊറുത്തിടുവിൻ. താഴ്മയിലൂടെ നടക്കണമെന്നത് ദൈവത്തിനാശയല്ലേ, സ്വത്തും പണവും അതിന്നു വരും പിന്നെ നാളെയും അസ്തമിക്കും, താഴ്മയിലൂടെ നടക്കണമെന്നത് ദൈവത്തിനാശയല്ലേ, സ്വത്തും പണവും അതിന്നു വരും പിന്നെ നാണയം അസ്തമിക്കും. നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ. ആരോടും ദോഷങ്ങൾ മാത്രം നീ പറഞ്ഞിട്, ആ ദോഷം നിന്റെ വീടിന്റെ മേൽ ശിക്ഷയായി മാറും. ആരോടും നന്മകൾ മാത്രം നീ പറഞ്ഞിട്, ആ നന്മ നിന്റെ വീടിന്റെ മേൽ ശിക്ഷയായി മാറും. മൂത്തോരെയും മേലാളരെയും മാനിക്ക വേണം, വിലയ്ക്ക് കൂലി കൊടുക്കണം അന്തിക്കു മുമ്പേ, അന്തിക്ക് സന്ധ്യാമണീശ്വരം കേൾക്കണ നേരം എല്ലാരും ഒന്നിച്ചൊരുമിച്ചു പ്രാർത്ഥിക്ക വേണം, അന്തിക്ക് സന്ധ്യാമണീശ്വരം കേൾക്കണ നേരം എല്ലാരും ഒന്നിച്ചൊരുമിച്ചു പ്രാർത്ഥിക്ക വേണം. നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ. നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗസമാനം, ദൈവത്തിന്റെ ചോരയും സ്നേഹവുമാണല്ലോ നിങ്ങൾ, നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗസമാനം, ദൈവത്തിന്റെ ചോരയും സ്നേഹവുമാണല്ലോ നിങ്ങൾ, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പതല്ലോ നമ്മുടെ ഭാഗ്യം, തമ്മിൽ തമ്മിൽ ശത്രുതയില്ലാത്തതാണല്ലോ ഭാഗ്യം, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പതല്ലോ നമ്മുടെ ഭാഗ്യം, തമ്മിൽ തമ്മിൽ ശത്രുതയില്ലാത്തതാണല്ലോ